എത്രാമത്തെ തവണയെന്ന് വെച്ചാൽ മൂത്ത മോന് 11 വർഷം കൊണ്ട് എടുക്കുന്നു. 2 വർഷം കോവിഡ് ടൈമിൽ എടുത്തില്ല. ബാക്കി എല്ലാ വർഷവും ഇപ്പം 11 വർഷം കൊണ്ട് ചമയവിളക്ക് എടുപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അല്ലാതെ നമ്മൾ ജനിച്ച കാലം തൊട്ട് കാണുന്നതാണല്ലോ. ജനിച്ച കാലം തൊട്ടെന്ന് വെച്ചാൽ നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ ഇതൊക്കെ തന്നെയല്ലേ. വളരെ ശക്തിയുള്ള അമ്മയാണ്. അപ്പം ആഗ്രഹങ്ങളെല്ലാം സാധിക്കാറുണ്ട്. ഉറപ്പായും എവിടെ പോയാലും ദേവിയുടെ ഒരു അനുഗ്രഹം നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. വിശ്വാസമാണ്. മക്കൾ ഇപ്പോൾ കണ്ടിന്യൂസ് എടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മോനൊക്കെ ഭയങ്കര കുസൃതിയൊക്കെ ആയിരുന്നു. യഥാർത്ഥ പേര് അർജുൻ ജയൻ. അജിക്കുട്ടനോട് ചോദിക്കുന്നത് കഴിഞ്ഞ വർഷം എടുത്ത് ഈ വർഷം എടുത്തു എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. ആഗ്രഹങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് മോൻ വരുന്നത്. ഡ്രസ്സൊക്കെ ചെയ്ത് തരണം അമ്മയാണോ? ഒരുക്കിയതൊക്കെ അമ്മയാണ്. പേര് ആരാന്നല്ലേ ചോദിച്ചത്. മോന്റെ പേര് അർജുൻ ജയൻ. അർജുൻ. എക്സാം ഒക്കെ കഴിഞ്ഞോ? ഇല്ല കഴിഞ്ഞില്ല. 2 കഴിഞ്ഞോളൂ. ഇനി 3ാമത്തേത് എഴുതിയോ? ഫസ്റ്റ് റൈസ് ഉറപ്പാ. ദേവി പ്രാർത്ഥിച്ചായിരുന്നോ എക്സാം അങ്ങനെ പോയപ്പോ? ഇനി എത്ര എക്സാം ഉണ്ട്? ഇനി ലാസ്റ്റ് എക്സാം കൂടെ ഉള്ളു. അത് കഴിഞ്ഞാൽ 1ാം ക്ലാസ്സിൽ പോകും. ഞങ്ങളങ്ങ് പോകും. പിന്നെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ ഈ ഒരു പ്രദേശം കാട് പിടിച്ചു കിടന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഈ ബാലകർ കാലികളെ മേയ്ക്കാൻ വേണ്ടി വന്നിരുന്ന സ്ഥലമാണ് ഈ പ്രദേശമൊക്കെ. അപ്പം കാലികളെ മേയിച്ചിട്ട് ഈ കുട്ടികൾ കളിക്കുമായിരുന്നു, മേയാൻ വിട്ടിട്ട്. അങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു നാളികേരം വീഴുകയും അപ്പോൾ അവരവിടെ കണ്ട ഒരു ശിലയിൽ ഈ നാളികേരം പൊട്ടിക്കാൻ നോക്കിയപ്പോൾ ആ ശിലയിൽ നിന്ന് രക്തം ഉണ്ടായി എന്നാണ്. അപ്പം കുട്ടികളാണല്ലോ, സ്വാഭാവികമായിട്ടും പേടിച്ചു, ബന്ധുക്കളെ അറിയിച്ചു. അങ്ങനെ പ്രശ്നം വെപ്പിച്ചപ്പോൾ ദേവിയുടെ സാന്നിധ്യം അറിയുകയും അതാണ് അന്ന് ഈ ബാലകരാണ് ദേവിയുടെ മുന്നിൽ സ്ത്രീവേഷം കെട്ടി വിളക്കെടുത്തത്. അപ്പോൾ അത് അന്ന് എങ്ങനെയാണോ ഉത്സവം ആഘോഷിച്ചത് അതുപോലെ തന്നെ മതി എന്നുള്ളതാണ് ദേവിയുടെ ഇഷ്ടം. അതെ, ഉറപ്പായും. ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന ദേവി കേൾക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയല്ലേ ആൾക്കാർ കൂടി വരുന്നത്. അപ്പം ദേവിയുടെ ഒരു ശക്തിയും ഒക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണല്ലോ ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. ഉറപ്പായിട്ടും സന്തോഷം. കോസ്റ്റ്യൂമൊക്കെ എവിടുന്നാണെന്ന് അജിക്കുട്ട? ഈ കോസ്റ്റ്യൂം എവിടുന്നാ? ഞങ്ങളുടെ കടയിൽ നിന്നാ. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കടയുണ്ട്. ഏതാ കടയുടെ പേര്? നൃത്യോദയ ബൊട്ടിക്. എല്ലാവർക്കും അല്ല, അമ്മമാര് ഇവര് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സും ഓർണമെന്റ്സും എല്ലാം വാങ്ങിക്കണം. ശരി. 2 പേര്. മൂത്താൾക്ക് 13 വയസ്സ്, ചെറിയ ആൾക്ക് 6 വയസ്സ്. എനിക്ക് 6 വയസ്സായി. ഇനി 7 വയസ്സാവുമ്പോ അപ്പൂപ്പൻ ഇളക്കി കളഞ്ഞു. പുതിയ പല്ല് വരാൻ ഇളക്കി പല്ല് വരാനാണ് പഴയത് പോയത്. അപ്പൂപ്പൻ കുഞ്ഞിനെ പറ്റിച്ചത് അപ്പൂപ്പൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഒറ്റ വലിയല്ലേ. അപ്പൂപ്പനാണ് ആസ്ഥാന പല്ലെടുപ്പുകാരൻ. ഇത് ഞങ്ങളുടെ എൻ്റെ അനിയത്തിയുടെ മോനാണ്. ഇവർ കാനഡയിലായിരുന്നു. അനിയനാണ്. അപ്പൊ 2 കുഞ്ഞുങ്ങൾ ഇപ്പൊ നാട്ടിലുള്ളതുകൊണ്ട് അവർ 2 പേരും. ഇത് വേറൊരു അനിയന്റെ മോനാണ്. അവൻ എല്ലാ വർഷവും ഇവർ 2 പേരും ഞങ്ങള് 2 പേരും ഫ്രണ്ട്സുമാണ്. പേര് പറഞ്ഞു. കാർത്തിക് ശിവ, ദേവസ് പിള്ള, അർജുൻ ജയൻ. ഈ പാവയുടെ പേര്, അനിയന്റെ പേര് പറഞ്ഞോട്. അനിയന്റെ പേര് പറഞ്ഞു. സ്വാദിക് ശിവ. അനിയന്റെ പേര് സ്വാദിക് ശിവ. നാട്ടിലുണ്ട് ഈ സമയം. അപ്പൊ ആദ്യമായിട്ട്, സാധാരണ വിളക്ക് സമയത്ത് ഉണ്ടാവാറില്ല. അപ്പോൾ ഇത്തവണ ഉണ്ട്. അപ്പോൾ
കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും വിളക്കെടുപ്പിക്കും. ശരി ശരി.